ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണോപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ രാവിലെ 8-ന് ആരംഭിക്കും. 8:30-ന് EVMകളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ അറിയാം. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് ഇന്നറിയാം. 2021 തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റും UDF 41 സീറ്റുമാണ് നേടിയത്. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെണ്ണൽ നടക്കും. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകളുടെ എണ്ണൽ സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിൽ അല്പസമയത്തിനകം ആരംഭിക്കും. 8 മണിക്ക് തപാൽ വോട്ടലുകളുടെ എണ്ണൽ ആരംഭിക്കുന്നതിന് പിന്നാലെ 8:30യോടെയാകും വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാനായി എടുക്കുക. ഇന്ന് രാവിലെ 5 മണിയോടെ നടത്തിയ 3ാം ഘട്ട റാൻഡമൈസേഷനോടെയാണ് ഓരോ വോട്ടെണ്ണൽ മേശയുടെയും ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചത്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നതെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ ലീഡ് നിലയാകും ആദ്യം പുറത്തുവരിക. 9 മണിക്ക് ശേഷം ആദ്യഘട്ട പ്രവണതകൾ ലഭ്യമാകും. വൈകിട്ട് 5 മണിയോടെ സംസ്ഥാനത്തെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണി തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 32,301 പോലീസ് ഉദ്യോഗസ്ഥരും 20 കമ്പനി CRPFും ഇതിൽ ഉൾപ്പെടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഏർപ്പെടുത്താവുന്നതാണ്. ഭരണസിരാ കേന്ദ്രവും നിയമസഭാ മന്ദിരവും നിലകൊള്ളുന്ന തലസ്ഥാന നഗരിയിലും വോട്ടെണ്ണലിനായി തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ നാലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിൽ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം രാവിലെ 7 മണിയോടെ തുറന്നു. ഓരോ കേന്ദ്രത്തിലും 12 മുതൽ 14 വരെ ടേബിളുകൾ EVM കൗണ്ടിങ്ങിനും 4 മുതൽ 9 വരെ ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിനും 1 മുതൽ 4 വരെ ടേബിളുകൾ ETP-BMS എണ്ണുന്നതിനും സജ്ജമാക്കിയിട്ടുണ്ട്. 17 മുതൽ 20 വരെ റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി 310 വീതം സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ ഇലക്ഷൻ ഓഫീസും ക്യാമ്പ് ഓഫീസും വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്നുണ്ട്. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുകളുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ.
ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം QR കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കൂ. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നടക്കുക. രണ്ടിടത്തും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ കളക്ടർ വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കരുനാഗപ്പള്ളി, ചവറ, പത്തനാപുരം, പുനലൂർ, ഇരവിപുരം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ വോട്ട് സെന്റ് അലോഷ്യസ് സ്കൂളിലും കുന്നത്തൂർ, കൊട്ടാരക്കര, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ ക്രിസ്തുരാജ് ഹൈസ്കൂളിലുമാണ് എണ്ണുക. വിജയം ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. 5 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നും 2 സീറ്റുകളിൽ കൂടി മികച്ച സാധ്യതയുണ്ടെന്നും UDF ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും NDA അവകാശപ്പെടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അറിയിച്ചു. 5 കേന്ദ്രങ്ങളിലായാണ് 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക. വോട്ടുകൾ എണ്ണുന്നതിന് ആകെ 126 മേശകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണലിന് തൃശൂർ ജില്ല പൂർണ്ണ സജ്ജം. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത്. ഓരോ മണ്ഡലത്തിലും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ 13 കൌണ്ടിംഗ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ചാല ചിന്തക്കിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും, തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും വെച്ചാണ് നടക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ ഉദ്യോഗസ്ഥരും തുടർന്ന് നിരീക്ഷകരും സ്ഥാനാർത്ഥികളും കൌണ്ടിംഗ് ഏജന്റുമാരും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. തുടർന്നാണ് സ്ട്രോങ് റൂം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണാൻ ആരംഭിക്കും. 9 മണിയോടുകൂടി ആദ്യ ഫലങ്ങൾ അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി തിരുവനന്തപുരം, കോഴിക്കോട് നിലയങ്ങൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനുകളും തത്സമയ വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണോപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ വികസിപ്പിച്ച ഉപഗ്രഹം കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ചു. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ഒരു പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റിന് 167 റൺസ് നേടി. മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഇന്ത്യൻ UAE വിമാന കമ്പനികൾ പതിവ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആകാശവാണിയുടെ വാട്സ്ആപ്പ് ചാനൽ 1 ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും ഈ ചാനലിലൂടെ ആകാശവാണി ജനങ്ങളിൽ എത്തിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. രക്ഷാ ത്രിവേണി സംഗമം സാങ്കേതിക വിദ്യയും വ്യവസായവും സൈനികവൽക്കരണവും സമന്വയിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നടക്കുന്ന നോർത്ത് ടെക് സിംബോസിയം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഉദ്ഘാടനം ചെയ്യും. മേഖലകളിലെ വെല്ലുവിളികൾ നേരിടാൻ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സമന്വയിക്കുന്ന പ്രദർശന വേദിയായി സിംബോസിയം മാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ.
സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച് UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണോപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 9 മണിക്ക്.